പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ PG എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്മിഷന് അപേക്ഷിക്കുന്ന പോർട്ടൽ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നെയിം ഓഫ് അപ്ലിക്കൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ജെൻഡർ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, കൺഫേം മൊബൈൽ നമ്പർ, സെലക്ട് നാഷണാലിറ്റി ഇന്ത്യൻ, എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അതോടുകൂടി നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും, അത് ഇവിടെ എൻ്റർ ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വരും. പാസ്വേഡ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, പിന്നീട് നമുക്ക് ആ പാസ്വേഡ് മാറ്റാവുന്നതാണ്. എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഈ ക്ലിക്ക് ഹിയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കിട്ടിയ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അത് കൊടുക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഇവിടെ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് വരും, പിന്നെ അഡ്രസ്സ് കൊടുക്കണം, പിന്നെ നമ്മൾ ആദ്യം കൊടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ വരും. പിന്നീട് നമ്മൾ റിലീജിയന് ഇസ്ലാം, ഓക്കെ, ആർ യു കേരളൈറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യം നമ്മളെ റിലീജിയൻ, കാസ്റ്റ്, കാറ്റഗറി, OEC ആണോ, അലോട്ട്മെൻറ്റ് കാറ്റഗറി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ആർ യു ഇവിടെ നമ്മൾ അഡ്രസ്സ്, ഡേറ്റ്, ജില്ല, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് ഇതൊക്കെ കൊടുക്കുക. ഫാദറിൻ്റെ നെയിം കൊടുക്കുക, റിലീജിയൻ കൊടുത്തിട്ട് മുസ്ലിംസ്, OBC ആണോ, നോൺ ക്രിമിനൽ, ഞാൻ വെതർ ക്രിമിനൽ ഉണ്ടോ എന്നുള്ളതാണ്. കാറ്റഗറി ഏതാ, SCBC, അത് അതിനനുസരിച്ച് കാറ്റഗറി വരും. അലോട്ട്മെൻറ്റ് കാറ്റഗറി ഞങ്ങൾ SCBC, OEC ആണോ, മുസ്ലിംസ് ആയതുകൊണ്ട് OEC ഉണ്ടോ, OEC ആണെങ്കിൽ OEC കൊടുക്കുക, EWS ആണെങ്കിൽ EWS കൊടുക്കുക. NSS ഉണ്ടോ, NCC ഉണ്ടോ, ഞാൻ NSS ഉണ്ട്, അപ്പോൾ അത് കൊടുത്തു. പിന്നെ ആർ യു ഡിഫറൻ്റ്ലി ഏബിൾഡ്, നോ. ആർ യു കലാതിലകം, കലാപ്രതിഭ ഇൻ യൂണിവേഴ്സിറ്റി കേരള ഇൻ എനി ഡ്യൂറിങ് യുവർ ഡിഗ്രി കോഴ്സിൽ കലാതിലകം, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ പഠിച്ചത് ആണെങ്കിൽ അത് കൊടുക്കുക. റിസർവേഷൻ നോമിനി ഉണ്ടോ, നോട്ട്, ഏതൊക്കെ ചോദിച്ചാൽ ലക്ഷദ്വീപ് ആണോ, ജമ്മു കാശ്മീർ ആണോ, അല്ലെങ്കിൽ ഡിഫൻസ് പേഴ്സൻ്റെ വിഡോ ആണോ, അങ്ങനെയാണോ ചോദിച്ചാൽ മലയാളി സ്റ്റുഡൻസ് ഓഫ് അന്തമാൻ ആണോ, എല്ലാം നോട്ട് അപ്ലിക്കബിൾ. സ്പോർട്സിൽ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഡിഗ്രി ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഭാഗം വരും. ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഏത് ഇയർ ഓഫ് ജോയിനിങ് ആണോ അത് കൊടുത്താൽ UG ടൈപ്പ് വരും. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ സെലക്ട് UG ടൈപ്പ്. UG ടൈപ്പ് അതിൻ്റെ ആവശ്യമില്ല, BA എടുത്തു. UG പ്രോഗ്രാം BA എക്കണോമിക്സ് എടുത്തു. നമ്പർ ഓഫ് ചാൻസ്, എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ, ഇയർ ഓഫ് പാസിങ്, പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ പാസ്, ഡിഗ്രി 10+2+3 ആയിരിക്കും. 10 ഡിഗ്രി SLC വരെ 10, 2+2, 3 ഡിഗ്രി. സ്പെസിഫൈ യുവർ മാർക്ക് സിസ്റ്റം, അതവിടെ മുകളിൽ കൊടുക്കുന്നതിനനുസരിച്ചാണ്. ഇയർ ഓഫ് പാസിങ് കൊടുത്താൽ അതിനനുസരിച്ച് വരും. എൻ്റെ രജിസ്റ്റർ നമ്പർ ഇതൊക്കെ കൊടുത്തു. അതോടുകൂടി സ്പെസിഫൈ യുവർ മാർക്ക് സിസ്റ്റം വന്നു. ഇനി ഡിഗ്രിയുടെ മാർക്ക് സ്കീമുകൾ കൊടുക്കാം. ഇംഗ്ലീഷാണ് എൻ്റെ പാർട്ട് 1. മാർക്ക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ മാർക്ക് കൊടുക്കുക. CGPA സിസ്റ്റം ആണെങ്കിൽ CGPA എന്താണ് ചോദിക്കുന്നത് അത് കൊടുത്താൽ മതി. അപ്പോൾ എത്രയാണ് മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് CGPA ഒക്കെ ഉള്ള ആളുകൾക്ക് ഒന്നെങ്കിൽ ഒരു മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ CGPA ഒബ്റ്റെയിൻഡ് മാർക്കായിട്ട് കൊടുക്കുക. മാക്സിമം CGPA മാക്സിമം മാർക്കായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പേഴ്സൻറ്റേജിന് മാർക്സ് ഒബ്റ്റെയിൻഡിൽ കൊടുക്കുക. മാക്സിമം മാർക്കുകൾ കൊടുത്ത് 100 കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് എൻ്റെത് അറബിക് ആണ്, എക്കണോമിക്സ് ആണ്, സബ്സിഡിയറി ഹിസ്റ്ററി ആണ്. ഓക്കെ, ഇത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. രണ്ടാമത്തത് അവിടെ എന്ത് ചെയ്യുക,
മാർക്ക് കൊടുക്കുക. ഞങ്ങളെ കാലത്ത് അന്നത്തെ കാലത്ത് പാർട്ട് 3 എന്ന് പറയുന്നത് മെയിനും സബ്സിഡിയറി 2 ആണ്. നിങ്ങൾ ഗ്രേഡിംഗ് സിസ്റ്റം അങ്ങനെ ഓരോ വർഷത്തേക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഫുൾ പാസ് ഇൻ അബ്സലൂമ പാസ്സായണോ, പാസ് ഇൻ ഡിപ്ലോമ കോഴ്സ് സൈക്കോളജി ഉണ്ടോ, BEd ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, പാസ് ഇൻ അറബിക് മുൻഷി പാസ്സായണോ, പാസ് ഇൻ ഡിപ്ലോമ കോഴ്സും കൗൺസിലിംഗ് ഓഫേർഡ്, സ്റ്റഡീഡ് അറ്റ്ലീസ്റ്റ് 1 പേപ്പർ സൈക്കോളജി അനിമൽ ബിഹേവിയർ, ഇത് ഏതെങ്കിലും ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ടോ, എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കോളേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഭാഗമാണ്. നമുക്ക് വേണ്ട ഏതാണോ PG കോഴ്സ്, അപ്പം ഞാൻ അപ്ലൈ ചെയ്തതിനനുസരിച്ച് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഞാൻ ഡിഗ്രി എക്കണോമിക്സ് ആയതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ MA അറബിക്കിന് കൊടുക്കാം. ഞാൻ അറബിക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചതുകൊണ്ട് MA ബിസിനസ് എക്കണോമിക്സിന് കൊടുക്കാം, MA എക്കണോമിക്സ്, MA ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് ഓപ്ഷനുകൾ വരിക. ഓക്കെ, അപ്പോൾ ഞാൻ എക്കണോമിക്സ് ആണ് വേണ്ടത്. എനിക്ക് ഗവൺമെൻറ് ആർട്സ് ആൻഡ് ആലപ്പുഴ, ഗവൺമെൻറ് ആർട്സ് കോളേജ് തിരുവനന്തപുരം കൊടുത്തു. അത് ആഡ് ഓപ്ഷൻ. നമുക്ക് വേണ്ട ഏറ്റവും ആദ്യം വേണ്ട ഓപ്ഷനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. എനിക്ക് എക്കണോമിക്സ് മാത്രം മതി, ഗവൺമെൻറ് കോളേജ് ആറ്റിങ്ങൽ, എനിക്കതാണ് രണ്ടാമത് വേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം കൊടുക്കാം. ഇനി എനിക്ക് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് MA ഹിസ്റ്ററി വേണം. ഓക്കെ, കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് പാളയം ആഡ് ഓപ്ഷൻ. അങ്ങനെ നമുക്ക് വേണ്ട ഓപ്ഷനുകൾ ആഡ് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യുക, സേവ് ആൻഡ് റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, എന്നിട്ട് പ്രിവ്യൂ ആൻഡ് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി എനിക്ക് ഫീസ് അടക്കാനുള്ള ഭാഗമാണ്. 550 രൂപ SC/ST വിദ്യാർത്ഥികൾ, മറ്റു വിദ്യാർത്ഥികൾ 1000 രൂപയുമാണ് ഫീ ചെയ്യേണ്ടത്. അത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞു. അതോടുകൂടി നമ്മുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ അതോടുകൂടി അവസാനിക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പണം. ഇത് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.